ഒരു മിനിറ്റ് കേട്ടോ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് പറയാനുള്ളത്. അപ്പൊ ഇൻഡക്ഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഉൾപ്രേരിതമായി അല്ലെങ്കിൽ പ്രേരിതമാക്കുക എന്നുള്ളതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മീനിങ്. അപ്പൊ ഫിസിക്സിലെ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സപ്പോസ് ബോഡി എ ആണ് വിചാരിക്കുക, ഇത് സപ്പോസ് ബോഡി ബി ആണ് വിചാരിക്കുക. പക്ഷെ എയും ബിയും തമ്മിൽ എന്തുണ്ടാവില്ല? നോ കോണ്ടാക്ട്, ഒരിക്കലും കോണ്ടാക്ട് ഇല്ലാണ്ട്, അതായത് എയിൽ ഞാൻ 2 പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിയിൽ അത്രയും എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജസിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയാം, അതായത് എന്താണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് എഴുതി നോക്കാം. ഞാൻ പറയാണ്, എൻ്റെ അടുത്ത് ഒരു സ്ഫെരിക്കലി ഒരു ബോൾ ഉണ്ട്, ഞാൻ അതിനെ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. ഈ സാധാരണത്തെ ഇങ്ങനത്തെ സ്ഫെരിക്കൽ ബോളുകൾ, നമ്മളെ എന്താ പറയാ സ്മൈലി ഒക്കെ ഉള്ള ബോളുകളിൽ, ഇപ്പൊ നമ്മളെ ടെന്നീസ് ബോൾ പോലെ നമ്മളൊക്കെ കടയിൽ നിന്നൊക്കെ 10 രൂപയ്ക്ക് 2 വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവം, ആ സംഭവത്തിന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിത്ത് ബോൾ എന്നാണ്. അതായത് പിത്ത് ബോൾ എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര്. ഇങ്ങനത്തെ ഒരു പിത്ത് ബോളിൽ ഇപ്പൊ ഞാനൊരു 1800, നിങ്ങളിപ്പോ 1860-ലൊക്കെയാണ് ജീവിക്കണത് വിചാരിക്കുക. അപ്പൊ ഈ 1860-ലൊക്കെ അപ്പൊ അന്നത്തെ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും, 2 പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടി ചേർന്നാണ്. അവർക്ക് അന്ന് ഇലക്ട്രോൺ ഉണ്ടോ അറിയില്ല, പ്രോട്ടോൺ ഉണ്ടോ അറിയില്ല, ന്യൂക്ലിയസ് ഉണ്ടോ അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്തും പോസിറ്റീവ്, ന്യൂട്രൽ ആയിട്ടുള്ള എന്തും എന്താണ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും മാത്രമാണ്. കാര്യം മനസ്സിലായോ? അപ്പോ അന്നത്തെ കാലത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്തായും ഇന്നത്തെ കാലത്തായി കഴിഞ്ഞാലും, ഞാൻ എൻ്റെ അടുത്ത് ഒരു സിൽക്ക് ക്ലോത്തും ഒരു ഗ്ലാസ് റോഡും ഉണ്ട് വിചാരിക്കുക. അപ്പൊ സിൽക്ക് ക്ലോത്തും ഗ്ലാസ് റോഡും കൂടി ഞാൻ റബ്ബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് റോഡിന് എന്ത് ചാർജ് വരും? ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് വരും. അപ്പൊ അങ്ങനെ 4 പോസിറ്റീവ് ചാർജ് ഉള്ള, അധികം പോസിറ്റീവ് ചാർജ് ഉള്ള ഈ ഗ്ലാസ് റോഡുകളെ ഞാൻ ഇതിന്റെ സർഫസിന്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നു. പക്ഷെ ഇവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെയാണ് എങ്കിൽ ഈ സർഫസിൽ കിടക്കുന്ന 4 എന്താ പറയാ 4 ആറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 ആറ്റങ്ങളും പോസിറ്റീവും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പൊ ഇവിടെ കിടക്കുന്ന ഈ നെഗറ്റീവ് ചാർജസ് ഈ 4 പോസിറ്റീവ് ചാർജസുമായിട്ട് എന്ത് ചെയ്യപ്പെടും? അട്രാക്ട് ചെയ്യപ്പെടുകയും ഈ ഒരൊറ്റ ആറ്റത്തിനുള്ള തന്നെ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ നമുക്കറിയാം ബേസിക്കലി, ഞാൻ ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ബേസിക്കലി, അതായത് എന്താ പറയാ ദർ എക്സിസ്റ്റ് റിപ്പൽസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ലൈക്ക് ചാർജസ്. ഒരേപോലെയുള്ള ചാർജുകൾ തമ്മിൽ വികർഷിക്കുകയും അതായത് എതിർ ധ്രുവങ്ങളിലുള്ള ചാർജുകൾ ആകർഷിക്കുകയുമാണ് ചെയ്യുക, അല്ലേ? അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ കിടക്കുന്ന ഈ ഒരു ആറ്റത്തിന് കിടക്കുന്ന നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ആ നെഗറ്റീവ് ചാർജ് കുറച്ചും കൂടി ഈ ഭാഗത്തേക്ക് മാറി വരും, അല്ലെങ്കിൽ ഇവിടെ കുറച്ചും കൂടി സർഫസിന്റെ അടുത്തേക്ക് വരും. പക്ഷെ ഇവിടെ കിടക്കുന്ന പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? അത് കുറച്ച് നീങ്ങിക്കാൻ തുടങ്ങും. ഈ രണ്ടാമത്തെ ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഇവിടെ വരും, പോസിറ്റീവ് ചാർജ് കുറച്ച് നീങ്ങിക്കും, നെഗറ്റീവ് ചാർജ് ഇവിടെ വരും, പോസിറ്റീവ് ചാർജ് കുറച്ച് നീങ്ങിക്കും. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ ആ ഒരൊറ്റ സൈഡിലെ ചാർജസിന്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫോർമാറ്റ് ആയിരിക്കും? ഈ ഫോർമാറ്റിലായിട്ട് മാറും. അപ്പൊ ഇതിന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ എന്താ പറയാ ഈ 4 ആറ്റങ്ങൾ മാത്രമല്ലല്ലോ, n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജിന് അധികം കൂടുതലാണെങ്കിൽ അടുത്തത് എന്ത് വരും? നെഗറ്റീവ് ചാർജസ് വരും. ഇവിടെ നെഗറ്റീവ് ചാർജ് കൂടുതലാണെങ്കിൽ അടുത്ത എന്തായിരിക്കും? അടുത്തത് ലെയർ പോസിറ്റീവ് ചാർജസിന്റെ ലെയർ ആയിരിക്കും. അങ്ങനെ ചാർജ് അധികമുള്ള ഒരു ബോഡി നമ്മളുടെ ന്യൂട്രൽ ആയിട്ടുള്ള ബോഡിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ തമ്മിൽ കോണ്ടാക്ട് ഇല്ലാണ്ട് ന്യൂട്രൽ ആയിട്ടുള്ള ബോഡിയിൽ ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഇല്ല സർ. ഇതാണ് സംഭവം, ഞാൻ പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. ചാർജസ് അത് ക്ലോസ് ചെയ്തപ്പോ ഉണ്ടോ അവിടുത്തെ നെഗറ്റീവ് ചാർജസ് അവിടെ വന്നു. അപ്പൊ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന സംഭവം കംപ്ലീറ്റ് എഴുതിക്കോളൂ. എഴുതി കഴിഞ്ഞാൽ പറയണേ.
നാളെ നമുക്ക് നനയ്ക്കാം. ബനോടും എന്താണ് മോനോടും പറഞ്ഞോളാ. കഴിഞ്ഞോ? അപ്പൊ നേരം വിളിച്ചാകുമ്പോ നേരത്തെ നനയ്ക്കുക. തിങ്കളാഴ്ച പാവാന്ന് നമുക്ക് അടുത്തേക്ക് പോവാം. ചാർജിങ് ബൈ ശനിയാഴ്ച ഇൻഡക്ഷനും മെത്തേഡ് ഓഫ് ചാർജിങ് എ ഗുഡ് കണ്ടക്ടർ, ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇവിടെ ചെറിയ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ നേരത്തെ പ്രോസസ്സിനേക്കാളും. നേരത്തെ പ്രോസസ്സിൽ നമ്മൾ രണ്ട് സർഫേസ് തമ്മിൽ കോണ്ടാക്ട് ഇല്ല വെച്ചാൽ ഇവിടെ രണ്ട് സർഫേസ് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ കിടക്കുന്ന എക്സസ് ഓഫ് പോസിറ്റീവ് ചാർജ്, ഇവിടെ 4 പോസിറ്റീവ് ചാർജ് ഗ്ലാസ് റോഡിന് കൂടുതലായിരുന്നു വെച്ചാൽ 4 പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അല്ലെങ്കിൽ ഇവിടേക്ക് 2 പോസിറ്റീവ് ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജസ് ആവുന്നത് വരെ ആ 2 ചാർജ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പൊ അതിനുശേഷം 2 ചാർജ് ഇവിടെ ഉണ്ടായിരിക്കും, 2 ചാർജ് അവിടെ ഉണ്ടായിരിക്കും, 2 ചാർജ് ആ സർഫസിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. അതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ n ചാർജസ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും, n എക്സസ് പോസിറ്റീവ് ചാർജസോ നെഗറ്റീവ് ചാർജസോ ഉണ്ടെങ്കിൽ ഇതിന്ന് n/2 ചാർജസ് രണ്ടാമത്തെ ബോഡിയിലേക്ക് പോവും. സോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് വരുമ്പോ പറയാം. അപ്പൊ ഈ സോ ദാറ്റ് എന്താണ്, there are 2 equal amount of charges in both bodies. ഇത്രയേ ഉള്ളൂ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോക്കിക്കോളൂ, ഇതാ ഉണ്ടോ. ശരിക്ക് എന്താ പറയാ, ഈ ആനിമേഷൻ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് കുറച്ച് ഇത് പോകണം, ഇവിടുന്ന് കുറച്ച് ചാർജ് പോകണം, വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ അപ്പോ ആ എന്താ പറയുക, നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഈ ചാർജസ് ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ ഇത്രയുള്ള ചാർജസ് ഇതുവരെയുള്ള ഉണ്ടാവില്ല, അത്ര എമൗണ്ട് ഓഫ് ചാർജസിനെയാണ് ഇവിടെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. അതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു അൺചാർജ്ഡ് ബോഡി ഒരു ചാർജ്ഡ് ബോഡി നമ്മൾ ടച്ചിൽ വെക്കുമ്പോൾ ചാർജ്ഡ് ബോഡിയിലേക്ക് എന്താണ് അൺചാർജ്ഡ് ബോഡിയിലേക്ക് ചാർജ്ഡ് ബോഡിയിൽ നിന്ന് ഈക്വൽ എമൗണ്ട് ഓഫ് ചാർജസ് n നമ്പർ ഓഫ് ചാർജസ് ചാർജ്ഡ് ബോഡിയിൽ ഉണ്ടെങ്കിൽ n/2 ചാർജസ് എന്ത് ചെയ്യും, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇത്രയേ ഉള്ളൂ. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എഴുതി കഴിഞ്ഞാൽ പറയൂ. ഇനി അടുത്ത കോൺസെപ്റ്റ് പറയാൻ തുടങ്ങട്ടെ. ഹലോ, ശരി. അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് 2 MCQ ആണ്. പക്ഷെ നമുക്ക് ഇന്ന് എന്താ പറയാ കൂളംസ് ലോയും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കൂളംസ് ലോ നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പൊ ആദ്യം കൂളംസ് ലോന്റെ കാര്യം എന്താ പറയണതെന്ന് പറഞ്ഞെങ്കിൽ എന്താ, അതായത് നമുക്കറിയാം ഇപ്പൊ നമ്മളെ ഒരു അൺലൈക്ക് ചാർജസ്, അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, പോസിറ്റീവ് ചാർജും നമ്മൾ റിപ്പൾസീവ് ഉണ്ട്, നെഗറ്റീവും നമ്മൾ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് കൂളംസ് ലോന്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ കൂളംസ് ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് there is 2 ചാർജസ്. നമുക്കിന്ന് 2 പ്രോബ്ലം കൂടി ചെയ്യണം, അതാണ് ഞാൻ മറ്റേ സ്ലൈഡ് ഒന്നും ഇടാത്തത്.
അപ്പൊ ഈ കൂളംസിൽ എന്താ പറയണ പറഞ്ഞത്, സപ്പോസ് ഇഫ് there are two charges, one is positive and one is negative, so the force will be attractive in nature അല്ലേ. ഫോഴ്സ് എന്തായിരിക്കും, ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും. ഇവിടെ എന്താണ്, ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ്. But here the force will be repulsive. ആ ഫോഴ്സ് എന്തായിരിക്കും, റിപ്പൾസീവ് ആയിരിക്കും. So what Coulomb's law states is that the amount of force acting between two charges, ഇവർ തമ്മിൽ ആക്ട് ചെയ്യണ either റിപ്പൾസീവോ അല്ലെങ്കിൽ എന്താ പറയാ അട്രാക്റ്റീവോ ആയിക്കോട്ടെ, ആ ഫോഴ്സിന്റെ അളവ് എന്ന് പറയുമ്പോൾ എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ആണ്. പക്ഷെ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കൂടുന്തോറും കുറയും. അപ്പൊ എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ദ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു ചാർജ്ഡ് ബോഡീസ് ഇസ് നോൺ ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പൊ ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാക്കിയിട്ട് ഇതിനെ ഞാൻ മാറ്റുന്നു. അതായത് ഈ 1/4πε0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാ പറയാ. ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാ പറയാ. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിനെയാണ് നമ്മൾ ε0 എന്ന് പറയാ. ഈ പെർമിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പൊ ഒരു വാക്വത്തിന്റെ ഒരു യൂണിറ്റ് ഏരിയ ആണെന്ന് വിചാരിക്കൂ. ഈ യൂണിറ്റ് ഏരിയയിൽ കൂടെ ഇതിന് എത്ര നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പറ്റി പഠിക്കും, എത്ര എമൗണ്ട് ഓഫ് ചാർജസിനെ അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ε0 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് എ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത്. ഇനി പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ഉണ്ട്, റിലേറ്റീവ് പെർമിയബിലിറ്റി ഉണ്ട്, അത് നമ്മൾ പഠിക്കും. അപ്പൊ നമ്മൾ ആദ്യം പറയാനുള്ളത് ഈ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. പെർമിറ്റിവിറ്റിക്ക് ഒരു ഇതുണ്ട്, ε0 is equal to 8.85 times 10⁻⁻12 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ട്. അപ്പൊ ഞാൻ ആ കോൺസ്റ്റന്റ് വാല്യൂ ഇട്ടിട്ട് 1/4πε0 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 9 times 10⁻9 എന്ന് വരും. 9 times 10⁻9 എന്ന് വരും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ വരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ സാർ ഒന്നും കൂടി പറഞ്ഞുതരാം. മൊത്തത്തിലാണോ? ആ ആയിക്കോട്ടെ. അതായത് ഇപ്പൊ എന്താ പറയാ, എന്റെ അടുത്ത് Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജ് ഉണ്ടോ വിചാരിക്കൂ. ഇപ്പൊ Q1 ഇവിടെ ഇരിക്കുന്നു, Q2 ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ഇവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ആയിരിക്കും. പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ അട്രാക്റ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൾസീവ് ആയിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ഫോഴ്സിന്റെ അളവ്, അതായത് ഈ റിപ്പൾസീവ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സിന്റെ അളവ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മാഗ്നിറ്റ്യൂഡ് ബിറ്റ്വീൻ ദ ടു ചാർജസ് Q1 Q2 എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ആണ്, എഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. അപ്പൊ ഞാൻ ഇത് രണ്ടിനെയും കൂടിയിട്ട് ഞാൻ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ എന്ത് വരും? r² എന്ന് വരും അല്ലേ. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പ്രൊപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ ഞാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ തൽക്കാലത്തിന് ആ കോൺസ്റ്റന്റിനെ 1/4πε0 എന്ന് എടുക്കുന്നു. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r² എന്ന് വരും. ഇവിടെ ഈ 1/4πε0 ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് എ ഫ്രീ സ്പേസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതിൽ ഈ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വാക്വം, നമ്മളുടെ ശൂന്യത ഇല്ലേ, ശൂന്യത ഒരു ഇങ്ങനത്തെ ഒരു അതിലൊരു യൂണിറ്റ് ഏരിയനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്ക്വയർ എന്ന് വിചാരിക്കുക. ഈ സ്ക്വയർ യൂണിറ്റ് ഏരിയനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എങ്കിൽ ഇത് കൂടെ എത്ര എമൗണ്ട് ഓഫ് ചാർജസിനെ കടത്തിവിടാൻ ഈ മീഡിയത്തിന് കഴിവുണ്ട്. അതായത് നമ്മളുടെ ആ എന്താ പറയാ വാക്വത്തിന്റെ ഒരു യൂണിറ്റ് ഏരിയക്ക് അതിലൂടെ എത്ര എമൗണ്ട് ഓഫ് ചാർജസിനെ കടത്തിവിടാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ആ പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അത് 8.85 times 10⁻⁻12 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇത് സയന്റിസ്റ്റുകൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഇനി ഞാൻ പറയുന്നത്, ഇപ്പൊ എനിക്ക് ഈ ഇക്വേഷനിൽ 1/4πε0 പറയുമ്പോൾ ഇവിടെ 4π എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ.
അപ്പൊ ഞാൻ ഈ 1/4πε0 ഇവിടെ ε0ന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 ടൈം 1/4 ടൈംസ് 3.14 8.85 ടൈംസ് 10⁻⁻². അപ്പൊ ഇതിനെ മൊത്തത്തിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 9 ടൈംസ് 10⁻9 എന്ന് വരും. ഇത് ഓൾറെഡി അവിടെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, നമ്മൾ പഠിച്ചാൽ മതി. അപ്പോ എനിക്ക് വേണമെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം, F is equal to 9 ടൈംസ് 10⁻9 Q1 Q2 ഡിവൈഡഡ് ബൈ എന്താണ് R² ആണ്. ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാന്ന് മാത്രം, അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഇല്ല, ഡൗട്ട് ഇല്ല. ശരി. ഇപ്പൊ കൂളംസ് ലോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം, ഇതിന്റെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് സംഭവങ്ങൾ ചെയ്യേണ്ടതെന്ന്. അത് NCERT എക്സസൈസ് ഉള്ളതാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. 1.1 1.2 ആണ്. 1.1 1.2 1.3 ഒക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ ബേസ്ഡ് ഓൺ സെയിം സംഭവം തന്നെ. ആദ്യം 1.1 ചെയ്യാം. 1.1 നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇപ്പൊ എന്താ 1.1 പറഞ്ഞിട്ടുള്ളത്? 1.1 പറഞ്ഞ വാട്ട് ഈസ് ദ ഫോഴ്സ്, ഒരു മിനിറ്റ്, വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് സൂം ചെയ്യാം, എനിക്ക് അത് നല്ല തോന്നുന്നു. What is the force between two small charged spheres having a charge of Q1 is equal to 2 times 10⁻⁻7c and Q2 is equal to 3 times 10⁻⁻c. ഇവർ രണ്ടുപേരും ഇവിടെ Q1 എന്ന് പറയുന്ന ചാർജ് വെച്ചിട്ടുണ്ട്, ഇവിടെ Q2 എന്ന് പറയുന്ന ചാർജ് വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവരുടെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ അളവ് എത്രയാണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമ്മളെ കൂളംസ് ലോന്റെ ഇക്വേഷൻ എടുക്കുക. F is equal to 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R² ആണ്. നമ്മൾ ഇക്വേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ഇക്വേഷനിൽ നമുക്ക് 1/4πε0ന്റെ വാല്യൂ നമുക്ക് എന്തറിയാം, നമുക്കത് കാണാണ്ട് അറിയാം. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ Q1ന്റെയും Q2ന്റെയും വാല്യൂ തന്നുണ്ടോ? ഹലോ, Q1ന്റെയും തന്നുണ്ട് അല്ലേ? Q1ന്റെയും Q2ന്റെയും വാല്യൂ തന്നുണ്ട്. R-ന്റെ വാല്യൂ തന്നുണ്ടോ? R-ന്റെ വാല്യൂ തന്നുണ്ട്. അപ്പോ എന്താ പറയാ, R 30 സെന്റിമീറ്റർ ആണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, R is equal to 30 സെന്റിമീറ്റർ എന്നുള്ളതിനെ നിങ്ങൾ മീറ്ററിൽ എടുക്കണം. അപ്പൊ 30 ടൈംസ് 10⁻⁻2 മീറ്റർ എന്ന് വരും. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക്, അതായത് ഈ ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. 9 ടൈംസ് 10⁻9 വരും 1/4πε0ക്ക് പകരം. പിന്നെ Q1 2 ടൈംസ് 10⁻⁻7 Q2 3 ടൈംസ് 10⁻�7 ഡിവൈഡഡ് ബൈ എന്ത് വരും, R² അല്ലേ? അപ്പൊ R² പറയുന്നത് എന്താ, 30 ടൈംസ് 10⁻⁻2 ദ ഹോൾ സ്ക്വയർ വരും. ഇത് ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് അത്രയും എമൗണ്ട് ഓഫ് ഫോഴ്സ് ഇൻ ന്യൂട്ടൺ എവിടെ ആക്ട് ചെയ്യേണ്ടായിരിക്കും? ദർ വിൽ ബി ആക്ടിങ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. ഇനി എനിക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു തരണം. ഈ 2 ചാർജസിന്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും, റിപ്പൽസീവ് ആയിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും, റിപ്പൽസീവ് ആയിരിക്കും? 2 ബോഡീസിന്റെ ഇടയിലും പക്ഷെ ഒരാൾ മാത്രമാണല്ലോ പറയാനുള്ളൂ. അതായത് പറയാം, റിപ്പൽസീവ് ആയിരിക്കും, അട്രാക്റ്റീവ് ആയിരിക്കും? റിപ്പൽസീവ് ആയിരിക്കും. അത് കാരണം എന്താ, അവർ തമ്മിലുള്ളത് സെയിം എമൗണ്ട് ഓഫ് ചാർജസ് ആണ് അല്ലേ? ഒരേ ലൈക്ക് ചാർജസ് ആണ്. ലൈക്ക് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എന്തായിരിക്കും, അത് റിപ്പൽസീവ് ആയിരിക്കും.
അപ്പോ അത് വെച്ച് ഇനി അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഞാൻ ഇവിടെ 30 സെന്റിമീറ്ററിനെ ഞാൻ മീറ്ററിലേക്ക് ആക്കിയതിന്റെ കാര്യം എന്താ? 30 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കിയാനുള്ള കാരണം എന്താ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 30 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കിയതിന്റെ കാര്യങ്ങൾ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അവിടെ ഉണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ് ഞാൻ എന്ത്, കാരണം ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് സെന്റിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതായത് ന്യൂട്ടൺ എന്ന് പറയുന്നതിന്റെ അബ്രീവിയേഷൻ എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെന്റിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് സെന്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് ആക്കിയത്. വെറുതെ മറ്റേ ടോപ്പിക് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ശരി, എന്നാ അടുത്ത ക്ലാസ്സിൽ കാണാം.